മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് മുൻപിൽ സുരക്ഷാ ചുമതലയ്ക്കായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് ആശ്രയം തകരാറിലായ ജീപ്പാണ്. മുഖ്യമന്ത്രിയായതു മുതൽ തകരാറിലായ ഈ ജീപ്പിലാണ് സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ ജോലി ചെയ്യുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ടും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത ജീപ്പിൽ തന്നെ പോലീസുകാർ ഡ്യൂട്ടി തുടരുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായി പാണ്ഡ്യാലമുക്കയിലുള്ള വീടാണ് ഈ കാണുന്നത്. ആ വീടിൻ്റെ മുന്നിലാണ് ഇത്തരത്തിലൊരു ജീപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്. പോലീസ് ജീപ്പാണ്. മയ്യിൽ പോലീസ് സ്റ്റേഷൻ നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് ജീപ്പാണ്. ഇത് തകരാറായി. KL 01BR 9569 നമ്പർ പോലീസ് ജീപ്പ്. ഈ പോലീസ് ജീപ്പിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വീടിൻ്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പോലീസുകാരുടെ ജീവിതം. ഇതാണ് അവരുടെ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പോലെ താൽക്കാലിക സംവിധാനമായി പ്രവർത്തിക്കുന്നതാണ്. ഇതിപ്പോൾ ഈ വീടിൻ്റെ മതിലിനോട് ചേർന്ന്, തൊട്ടടുത്ത വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ടാണ് ഈ വണ്ടി ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടതുഭാഗം അപ്പുറത്ത്, വലതുഭാഗം ഇപ്പുറത്ത്. ഇതുവഴി തുറന്ന് ഇതിനകത്തേക്ക് കയറാം. ഈ ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാർ ഇതിൻ്റെ അകത്താണ് അവരുടെ ചെലവഴിക്കേണ്ടത്, സമയം ചെലവഴിക്കേണ്ടത് ഇതിനകത്താണ്. കാണാൻ നമുക്ക് ബാഗും മറ്റ് സാധനങ്ങളൊക്കെ പോലീസുകാരുടെ ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാരുടെ ഡ്രസ്സ് ഉൾപ്പെടെ അഴിച്ചു വെക്കേണ്ടത് ഇതിനകത്താണ്. അവരുടെ ബാഗും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. ഒരു വയർലെസ് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ സുരക്ഷാ ചുമതലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട 6 പോലീസ്, 2 SIമാരും അതുപോലെ തന്നെ 4 സിവിൽ പോലീസ് ഓഫീസർമാരുമാണ് ഈ ഡ്യൂട്ടിക്കായിട്ട് ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് സേവനം ചെയ്യുന്നത്. കണ്ണൂർ AR ക്യാമ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ സുരക്ഷാ ചുമതല. കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയന്റെ വീട്ടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉള്ള സൗകര്യം പോലും ഈ മേഖലയിലില്ല. ഇതിന് തൊട്ടടുത്തുള്ള ത്രിവേണി സൂപ്പർ മാർക്കറ്റിൻ്റെ ശൗചാലയത്തിലാണ് അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഈ വീട്ടിനോട് ചേർന്നിട്ട് പോലീസുകാർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു സംവിധാനം, ഔട്ട് ഹൗസ് പോലുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഈ ഡ്യൂട്ടിക്ക് എത്തുന്ന 6 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് ഉപയോഗിക്കാനുള്ള സൗകര്യം അനുവദിക്കാറില്ല. അവർ ഇതിന് തൊട്ടടുത്തുള്ള ത്രിവേണി സൂപ്പർ മാർക്കറ്റിലാണ് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി പ്രതിപക്ഷ നേതാവായിട്ടും ഈ പോലീസ് ഡ്യൂട്ടി ഇപ്പോഴും തുടരുന്നുണ്ട്. 6 ഉദ്യോഗസ്ഥന്മാർ, 4 സിവിൽ പോലീസ് ഓഫീസർമാരും 2 SIമാരും അടങ്ങുന്ന പോലീസ് സംഘം ഇപ്പോഴും ഇതേ ഡ്യൂട്ടി ഇവിടെ നിർവഹിച്ചു വരുന്നു. ഈ പോലീസ് വാഹനം ഇവിടെ തന്നെയുണ്ട്, ജീപ്പ് ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ ബാറ്ററിയൊക്കെ അഴിച്ചു മാറ്റിയ നിലയിലാണ്, പ്രവർത്തിക്കാറില്ല. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ രാവിലെ ഇവിടെ വരുന്നു. ഇതിനകത്ത് അവരുടെ ഡ്യൂട്ടി സമയം ചെലവഴിക്കേണ്ട ഒരു അവസ്ഥ, വളരെ പരിതാപകരമായ സാഹചര്യമാണ് അവർക്കുള്ളത്. ഡ്യൂട്ടി ചെയ്യുന്ന ഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സംവിധാനത്തിൻ്റെ അകത്ത്, ഒരു ജീപ്പിനകത്ത് ഒരു പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഈ വീടിൻ്റെ സുരക്ഷാ ചുമതല ഒഴിവാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷേ അതിനുവേണ്ട നടപടികൾ ഇതുവരെ ആയിട്ടില്ല. ഇത്രയും വർഷം, ഈ 10 വർഷക്കാലത്തോളം അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഗതികേടിലാണ് ഇവരുണ്ടായിരുന്നത്. കണ്ണൂർ പിണറായിയിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.